ഈ മൊഡ്യൂളിൽ നമ്മൾ മെമ്മറി സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 5th മൊഡ്യൂളിൽ നിന്നുള്ള മെമ്മറി സിസ്റ്റം ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പ്രോഗ്രാംസ് ആണെങ്കിലും ഡേറ്റ ആണെങ്കിലും നമ്മൾ മെമ്മറിയിൽ, കമ്പ്യൂട്ടറിൽ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം ഒരു പ്രോസസ്സറിൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ എക്സിക്യൂഷൻ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ ഡേറ്റയെയും ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ മെമ്മറിക്കും പ്രോസസ്സറിനും ഇടയിൽ എത്ര ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ സ്പീഡ് വരുന്നത്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ മെമ്മറി സിസ്റ്റം എത്രത്തോളം എഫിഷ്യൻ്റ് ആവുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന 3 മേജറായിട്ടുള്ള മെമ്മറീസ് ഉണ്ട്. 3 മേജർ മെമ്മറി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ക്യാഷ് ഉണ്ട്, പ്രൈമറി മെമ്മറി ഉണ്ട്, ദെൻ സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് മെമ്മറിയാണ് നമ്മൾ നോർമലി സിസ്റ്റത്തിലെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്പീഡുള്ളത് ക്യാഷ് മെമ്മറിക്കാണ്, ഏറ്റവും സ്പീഡ് കുറവ് സെക്കൻഡറി മെമ്മറിക്കാണ്. അതേസമയം ഏറ്റവും കോസ്റ്റ് കൂടുതൽ ക്യാഷ് മെമ്മറിക്കാണ്, ഏറ്റവും കോസ്റ്റ് കുറവ് സെക്കൻഡറി മെമ്മറിക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ 3 മെമ്മറീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു മെമ്മറി കൺസിഡർ ചെയ്താലും അതൊരു നല്ല മെമ്മറി അല്ലെങ്കിൽ അതിന് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള 3 ക്രൈറ്റീരിയ ഉണ്ട്. ആ 3 ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഒന്നാമത് മെമ്മറിയുടെ മെമ്മറി ഫാസ്റ്റ് ആയിരിക്കണം. ദെൻ രണ്ടാമത് ലാർജ് എമൗണ്ട് ഓഫ് മെമ്മറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം, അതും ഇൻഎക്സ്പെൻസീവായിട്ട്, തീരെ കുറഞ്ഞ എക്സ്പെൻസീവിൽ നമുക്ക് ആ മെമ്മറി, ലാർജ് എമൗണ്ട് ഓഫ് മെമ്മറി യൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് നമ്മളൊരു മെമ്മറി നല്ല മെമ്മറിയാണ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ 3 റിക്വയർമെൻറ്റ് നമുക്ക് സൈമൾട്ടേനിയസ്ലി മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം സ്പീഡും സൈസും പറയുമ്പോൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കോസ്റ്റ് കൂടുന്നു, അതുപോലെ സൈസ് കൂടുന്നതിനനുസരിച്ചും കോസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം സ്പീഡും സൈസും കൺസിഡർ ചെയ്യുമ്പോൾ ഇത് രണ്ടും നമുക്ക് കൂട്ടണമെങ്കിൽ കോസ്റ്റ് കൂടിയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് മെമ്മറി സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് മെമ്മറി വരുന്നത്. ഇങ്ങനെ മെമ്മറി ഉണ്ട്. ഈ മെമ്മറീനെ തന്നെ നമ്മളിങ്ങനെ പല സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പല പല സെല്ലുകളുണ്ട്. ഈ ഓരോ സെല്ലിലും ഒരു ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ സെല്ലിലും ഒരു ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഈ ബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എയ്തർ 0 or 1. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബൈനറി ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ ഒരു സെല്ലിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഇനി ഇതിനെ നമ്മൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിനെ ഒരുമിച്ചാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ഒരുമിച്ചാക്കിയായിരിക്കും നമ്മളിതിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്ന ആ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് വേർഡ്. ഓക്കെ, ബൈറ്റ് എന്നോ വേർഡ് എന്നോ ഒക്കെ പറയുന്നത് അതാണ്. ബൈറ്റ് എന്ന് പറയുമ്പോൾ 8 ബിറ്റാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ആക്സസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബൈറ്റാണ്. പിന്നെ അതിൽ കൂടുതൽ വരുവാണെങ്കിൽ നമ്മളതിനെ വേർഡായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു മെമ്മറിയുടെ മാക്സിമം സൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന അഡ്രസ്സിങ് സ്കീംസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമുക്ക് അഡ്രസ് ബസ് എത്ര ബിറ്റാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് അഡ്രസ് ലൈൻസ്, നമ്മുടെ അഡ്രസ് ബസ്സിനകത്ത് നമുക്ക് 16 ബിറ്റ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. 16 ബിറ്റ് മെമ്മറി അഡ്രസ് ബസ് ആണ് എങ്കിൽ നമുക്ക് മാക്സിമം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറയുന്നത് 2⁻16 ആണ്. ഈ 2⁻16 എന്ന് പറയുന്നത് 64 കിലോബൈറ്റ്സ് ആണ്. ദെൻ അതുപോലെ തന്നെ അഡ്രസ് ബസ് നമുക്ക് 32 ബിറ്റ് ഉണ്ട് എങ്കിൽ ഈ 32 ബിറ്റിൽ മാക്സിമം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് 2⁻32 ആണ്. അതെന്ന് പറയുന്നത് 4 GB ഓഫ് മെമ്മറിയാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇപ്പം 40 ബിറ്റിൻ്റെ അഡ്രസ് ബസ് ഉണ്ട് എങ്കിൽ 2⁻40 which is equal to 1 TB ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് 1 TB മെമ്മറി ലൊക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര സൈസുള്ള മെമ്മറിയാണ് നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എത്ര നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് അവൈലബിൾ ആണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി വേർഡ് ലെങ്ത് എന്താണ് എന്നുള്ളതാണ്.
വേർഡ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിനെ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വേർഡെന്നോ ബൈറ്റെന്നോ പറയുമെന്ന് പറയുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്പർ ഓഫ് ബിറ്റ്സ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ഓർ ഫ്രം മെമ്മറിയിൽ നിന്നോ അല്ലെങ്കിൽ മെമ്മറിയിലേക്കോ നമുക്ക് അറ്റ് എ ടൈം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ബിറ്റ്സിനെയാണ് നമ്മൾ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റാ ബസ്സിൻ്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഡേറ്റാ ബസ്സിൻ്റെ വിഡ്ത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു വേർഡ് ലെങ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഡേറ്റാ ബസ് എന്ന് പറയുന്നത് 8 ബിറ്റാണ് എങ്കിൽ നമുക്ക് അറ്റ് എ ടൈം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ സൈസും 8 ബിറ്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 8 ബിറ്റായിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ n ബിറ്റാണ് നമ്മുടെ ഡേറ്റാ ബസ്സിൻ്റെ വിഡ്ത്തെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് n ബിറ്റാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ മെമ്മറി ആക്സസ് ടൈം. മെമ്മറി ആക്സസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ റീഡ് സിഗ്നൽ അല്ലെങ്കിൽ റൈറ്റ് സിഗ്നൽ കൊടുത്തിട്ട് ആ ഓപ്പറേഷനെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ദെൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീഷൻ, ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു ടൈം. ഓക്കെ, ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്ത ടൈം ദെൻ കംപ്ലീറ്റ് ചെയ്ത ടൈം, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുമ്പോഴത്തേനും മെമ്മറിക്കകത്തേക്ക് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മെമ്മറി സൈക്കിൾ ടൈം ഉണ്ട്. മെമ്മറി സൈക്കിൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ടൈം ഡിലേ റിക്വയർഡ് ബിറ്റ്വീൻ ദി ഇനിഷ്യേഷൻസ് ഓഫ് 2 സക്സസീവ് മെമ്മറി ലൊക്കേഷൻസ്. 2 സക്സസീവ് മെമ്മറി ലൊക്കേഷൻസ് തമ്മിലുള്ള ഓപ്പറേഷൻസ്, 2 സക്സസീവ് ആയിട്ടുള്ള മെമ്മറി ഓപ്പറേഷൻസ് തമ്മിലുള്ള മിനിമം ടൈം ഡിലേ. 2 സക്സസീവ് മെമ്മറി ഓപ്പറേഷൻസ് തമ്മിലുള്ള ടൈം ഡിലേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഓരോരോ ടേംസാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ടേംസൊക്കെയാണ്, ഇതൊന്നും കളയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഒരു മെമ്മറിയുടെ ഹൈറാർക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെമ്മറി ഹൈറാർക്കി ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം സ്പീഡിൻ്റെ കേസ്, സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് പോകണം. സ്പീഡ് ഇൻക്രീസിങ്ങും കോസ്റ്റ് ഇൻക്രീസിങ്ങും, അതായത് വേറൊന്നുമില്ല, നമ്മളിപ്പം ഏറ്റവും നമുക്ക് കൂടുതൽ സ്റ്റോറേജ് കിട്ടുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. അതാണ് നമുക്ക് ഏറ്റവും ബോട്ടം പാർട്ടിൽ വരുന്നത്, സെക്കൻഡറി മെമ്മറി. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഏറ്റവും കുറവും ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മാക്സിമമാണ്, മാക്സിമം സൈസ് കിട്ടും, കോസ്റ്റും കുറവാണ്. ഓക്കെ, ദെൻ അടുത്ത ലെയറിൽ വരുമ്പോൾ, അതായത് സെക്കൻഡറി മെമ്മറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതാണ് റാം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേന് സെക്കൻഡറി മെമ്മറിയേക്കാളും സ്പീഡ് കൂടുതലാണ്, സെക്കൻഡറി മെമ്മറിയേക്കാളും കോസ്റ്റും കൂടുതലാണ്, പക്ഷേ സൈസ് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. ഓക്കെ, അങ്ങനെയാണ് റാമിൻ്റെ കേസിൽ പോകുന്നത്. അപ്പോൾ ഇത്രയായപ്പോൾ റാമായി. റാമിന് മുകളിലായിട്ട് L2 ക്യാഷ്, അതായത് ക്യാഷ് മെമ്മറിയെ നമ്മൾ 2 ലെവൽസ് ആയിട്ടാണ് നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലെവൽ 2 ക്യാഷ് ആദ്യം, ദെൻ അതിനുശേഷം L1 ക്യാഷ്, ലെവൽ 1 ക്യാഷ്, ദെൻ അതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് രജിസ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെമ്മറി ഹൈറാർക്കി വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പീഡ് അല്ലെങ്കിൽ സ്പീഡും കോസ്റ്റും ഉള്ളത് രജിസ്റ്റേഴ്സിനാണ്. അത് കഴിയുമ്പോൾ L1 ക്യാഷ്, L2 ക്യാഷ്, പിന്നെ റാം, സെക്കൻഡറി മെമ്മറി. അതേസമയം സൈസ് നോക്കുമ്പോഴത്തേനും സെക്കൻഡറി മെമ്മറിക്കാണ് മാക്സിമം സൈസ് കിട്ടുന്നത്, രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സൈസിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇതാണ് മെമ്മറിയുടെ ഒരു ഹൈറാർക്കി വരുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു പ്രോസസ്സറും മെമ്മറിയും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു പ്രോസസ്സറുണ്ട്.
അതുപോലെ തന്നെ ഒരു മെമ്മറിയും ഉണ്ട്. ഇത് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യണം. ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രോസസ്സറിനകത്ത് 2 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മെമ്മറി അഡ്രസ് രജിസ്റ്ററും പിന്നെ മെമ്മറി ഡേറ്റ രജിസ്റ്ററും. ഇങ്ങനെ 2 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ് ബസ് വഴി മെമ്മറിയുമായിട്ട് കണക്റ്റഡ് ആണ്. അഡ്രസ് ബസ് വഴി. അപ്പോൾ ആ അഡ്രസ് ബസ്സിൻ്റെ ലെങ്ത്ത് നമുക്ക് കെ ബിറ്റ് ആണെന്ന് വിചാരിക്കാം. സോ കെ ബിറ്റ് അഡ്രസ് ബസ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി MDR എന്ന് പറയുന്നത് ഡേറ്റ രജിസ്റ്ററാണ്. അപ്പോൾ ഡേറ്റ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പാസ് ചെയ്യാനുണ്ട്. പക്ഷേ അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത് മെമ്മറിയിലേക്ക് മാത്രമേ അഡ്രസ്സ് കൊണ്ടുപോകുന്നുള്ളൂ. അതേസമയം ഡേറ്റ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഡേറ്റ ബൈ ഡയറക്ഷണലാണ്, അങ്ങോട്ടേക്കും പോകുന്നുണ്ട്, അതുപോലെ അവിടുന്ന് ഇങ്ങോട്ടേക്കും കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു N ബിറ്റ് ഡേറ്റ ബസ്സാണ്. ഇങ്ങനെ അഡ്രസ് ബസ്സും ഡേറ്റ ബസ്സും പിന്നെ കുറച്ച് കൺട്രോൾ ലൈൻസും ചേർത്തിട്ടാണ് നമ്മൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യിപ്പിക്കുന്നത്. പ്രോസസ്സറും മെമ്മറിയും തമ്മിൽ ഇവിടെ കൺട്രോൾ ലൈൻസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡാണോ റൈറ്റ് ആണോ എന്നുള്ള കൺട്രോൾ ലൈൻ, ദെൻ മെമ്മറി ഫങ്ഷൻ കംപ്ലീറ്റ്, ഇങ്ങനെയുള്ള കുറേ കൺട്രോൾ ലൈൻസാണ് നമുക്ക് ഇതുമായിട്ട് വരുന്നത്. അപ്പോൾ കെ ബിറ്റ് അഡ്രസ് ബസ്സാണ് നമുക്കുള്ളതെങ്കിൽ ഇതിൽ മെമ്മറി നമുക്ക് മാക്സിമം അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി എന്ന് പറയുന്നത് 2k ലൊക്കേഷൻസ് ആയിരിക്കും. ഓക്കെ, സോ അപ്പം 2k അഡ്രസ്സബിൾ ലൊക്കേഷൻസ് ആയിരിക്കും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ദെൻ അപ്പോൾ ഇതിൻ്റെ വേർഡ് ലെങ്ത് എങ്ങനെ അറിയാൻ പറ്റും? വേർഡ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ബസ്സിൻ്റെ സൈസ് എത്രയാണോ അതാണ് അതിൻ്റെ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഹിയർ ദ വേർഡ് ലെങ്ത് ഈസ് N ബിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതായത് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് നമ്മളൊരു അഡ്രസ്സ് ലോഡ് ചെയ്യുന്നു. ആ അഡ്രസ് ബസ് വഴി മെമ്മറിയിലേക്ക് പാസ് ചെയ്യുന്നു. അവിടെ മെമ്മറി എനേബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടുന്ന് ഡേറ്റ റീഡോ റൈറ്റോ എന്താണോ ഓപ്പറേഷൻ ചെയ്യുന്നത് അത് നമ്മളിവിടെ കൺട്രോൾ ലൈൻസിൽ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇപ്പോൾ റീഡാണെങ്കിൽ അവിടെ നിന്നുള്ള ഡേറ്റാനെ റീഡ് ചെയ്തിട്ട് അത് മെമ്മറി ഡേറ്റ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് നമ്മുടെ ആ ഒരു ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള മെമ്മറിയുടെ കാര്യങ്ങൾ.